ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ചാനൽ വിജയകരമായി നീന്തിക്കടന്ന ലോകമെമ്പാടും പ്രശസ്തിയായ ഒരു ധീര വനിതയായിരുന്നു ഫ്ലോറൻസ് ചാഡിക്. അസാമാന്യമായ മനക്കരുത്തിനും കായികശേഷിക്കും അവർ പേര് കേട്ടിരുന്നു. കാലിഫോർണിയയുടെ തീരത്തേക്ക് കാറ്റലീന എന്ന ചെറുദ്വീപിൽ നിന്ന് നീന്തുക എന്ന പുതിയ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ഫ്ലോറൻസ് തീരുമാനിച്ചു. ഈ ദൗത്യത്തിന് മാധ്യമങ്ങൾ വലിയ പ്രചാരം നൽകി. ഫ്ലോറൻസിന് നിഷ്പ്രയാസം ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു. അവരുടെ മുൻപുള്ള വിജയങ്ങൾ അത്രയും വലിയതായിരുന്നു. നീന്തൽ ആരംഭിച്ചു. ഫ്ലോറൻസ് മണിക്കൂറുകളോളം തണുത്തുറഞ്ഞ വെള്ളത്തിലൂടെ മുന്നോട്ട് നീന്തി. തീരത്തോടടുക്കുന്തോറും കനത്ത മൂടൽമഞ്ഞ് അവരുടെ കാഴ്ചയെ പൂർണ്ണമായും മറച്ചു. മുന്നോട്ട് നോക്കുമ്പോൾ വെള്ളവും മൂടൽമഞ്ഞുമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല. എത്ര ദൂരമുണ്ടെന്ന് ഒരു രൂപവും കിട്ടാതായപ്പോൾ ഫ്ലോറൻസിന്റെ മനസ്സിൽ സംശയങ്ങൾ മുട്ടിട്ടു. കഠിനമായ ക്ഷീണവും തണുപ്പ് മൂലം അവൾക്ക് പിടിച്ചു നിൽക്കുവാൻ പ്രയാസമായി. ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തിന് കേവലം 1/2 മൈൽ മാത്രം അകലെയായിരിക്കുമ്പോൾ മനസ്സിന്റെ ധൈര്യം ചോർന്നുപോയ ഫ്ലോറൻസ് നീന്തൽ നിർത്തി ദൗത്യത്തിൽ നിന്ന് പിന്മാറി. പിന്നീട് ഈ അപ്രതീക്ഷിത പരാജയത്തിന്റെ കാരണം ഫ്ലോറൻസ് തുറന്നു പറഞ്ഞു. മൂടൽമഞ്ഞ് കാരണം എനിക്ക് കര കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്മാറിയത്. വെറും 1/2 മൈൽ അകലെ മാത്രമാണ് കര എന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും നീന്തി കര പറ്റുമായിരുന്നു. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ വ്യക്തമല്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം നമുക്ക് അളക്കാൻ കഴിയാതെ വരുമ്പോൾ, നാം ഏറ്റവും അടുത്തെത്തിയിരിക്കുമ്പോൾ പോലും ദൗത്യം ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. വിജയത്തിലേക്കെടുക്കുമ്പോൾ പലപ്പോഴും പ്രതിസന്ധികൾ വലുതായി തോന്നാം. അത്തരം ഘട്ടങ്ങളിൽ മനസ്സിന്റെ ദൃഢതയും ലക്ഷ്യത്തിലുള്ള വിശ്വാസവുമാണ് മുന്നോട്ട് പോകുവാനുള്ള ഊർജം നൽകുന്നത്. കാഴ്ച മറഞ്ഞാലും ലക്ഷ്യം മനസ്സിൽ വ്യക്തമാവണം. അതാണ് വിജയത്തിന്റെ താക്കോൽ. സ്വർഗരാജ്യമെന്ന ലക്ഷ്യത്തെ മുൻനിർത്തി യാത്ര ചെയ്യുമ്പോൾ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്നത് കാണാം. പ്രാർത്ഥനയും ഭക്തിയും കൂടുമ്പോൾ പരീക്ഷണങ്ങളും വർദ്ധിച്ചു വരും. എന്നാൽ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ വയ്ക്കുക എന്നത് പ്രധാനമാണ്. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ എന്ന് എബ്രായർ 6:11-12 വാക്യങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നു. പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരാകാതെ അവസാനം വരെ പോരാടുന്നവരാകുവാൻ, അങ്ങനെ ലക്ഷ്യത്തെ കൈവരിക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭാഗ്യമോദ ആനന്ദം എന്താനന്ദം. കാത്തു കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിൻ നാളിനാ. നിൻ വരവിൻ ഭാഗ്യമോദ ആനന്ദം എന്താനന്ദം. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മാണാളനെ. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മാണാളനെ. എന്നേക്ക് വന്നിടുമോ പൊന്മുഖം ഞാൻ മൂത്തിടാൻ. എന്നേക്ക് വന്നിടുമോ പൊന്മുഖം ഞാൻ മൂത്തിടാൻ. എന്നേക്ക് വന്നിടുമോ